വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു സാധനം വാങ്ങി വിൽക്കുന്ന പരിപാടി, എന്നിട്ട് കടം കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന പരിപാടി, ഇത് നമുക്ക് നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ഒരു ഇതിനും കൊടുത്ത കാശ് പിന്നെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു തുടങ്ങി. നമ്മൾ ബിസിനസ് എന്താണെന്ന് അറിയാതെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ ഇത്ര പറയുന്നു, അതിൻ്റെ ഒരു അഡ്വാൻസ് തരുന്നു, എന്നിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി പണി പാടി, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 2 ആഴ്ച സ്റ്റേ ചെയ്തായിരുന്നു. ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാൻ എന്ന് വേണ്ട സകല ടെസ്റ്റ് കൊടുത്തു. അസുഖം കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. മെഡിക്കൽ കോളേജിലെ ഡോക്ടറും പുള്ളി ഈ രോഗം എന്താണെന്ന് എന്നോട് പറയുന്നില്ല. പുള്ളി എടാ ഇതിങ്ങനെയാ, ഇത് കൂടിക്കൂടി വരുള്ളൂ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിടുകയാണ് ചെയ്തത്. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം കൂടുകയുള്ളൂ, ഇതെങ്ങനെയെങ്കിലും കുറക്കണം, ഇത് ശരിയായാലേ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിസൾട്ടിലും ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റിലും ഈ സാധനം കാണിക്കത്തില്ല. കാരണം ഞരമ്പ് ചുരുങ്ങുന്ന ഒരു അസുഖമാണത്. പിന്നെ ഇത് എക്സ്ട്രീം ലെവലിലേക്ക് എത്താൻ തുടങ്ങി.